നമ്മൾ വീണ്ടും നാട്ടിലെ വോട്ട് ടോക്കിലേക്കാണ്, കാട്ടാക്കടയിൽ നിന്ന് KR ഗോപികൃഷ്ണൻ ചേരുന്നു. തലസ്ഥാന ജില്ലയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ ഈ ശ്രേണിയിൽ പെടുത്താവുന്ന മറ്റൊരു മണ്ഡലമാണ് കാട്ടാക്കട. ഇവിടെയും ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA IB സതീഷും അതോടൊപ്പം UDF സ്ഥാനാർത്ഥി MR ബൈജുവും NDAക്ക് വേണ്ടി PK കൃഷ്ണദാസും കളത്തിലിറങ്ങിയിരിക്കുന്ന കാട്ടാക്കട മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കുമെന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് കാട്ടാക്കട. വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിവാദ വിഷയങ്ങളും ഒക്കെ ചർച്ചയാക്കപ്പെടുന്ന കാട്ടാക്കടയിൽ നിർണായകമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ടോ? എന്താണ് കാട്ടാക്കടയിലെ ജനം പൊതുവിൽ ഈ സർക്കാരിനെയും ഭരണത്തെയും എങ്ങനെ വിലയിരുത്തുന്നു? അതോടൊപ്പം തന്നെ കാട്ടാക്കടയിൽ ആർക്കാണ് ജയസാധ്യത? നമുക്ക് നോക്കാം കാട്ടാക്കട മണ്ഡലത്തിന്റെ പൊതു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചിത്രം. ചേട്ടാ, വോട്ട് ചെയ്യലല്ലേ? വോട്ട് ചെയ്യും. ഈ സർക്കാർ മാറണോ, തുടർ ഭരണം വേണോ, അതോ മാറ്റണം? ഈ തുടർഭരണം വേണം. എങ്ങനെയാ? തുടർഭരണം വേണം. ചേട്ടാ പറ. ഹലോ, ഈ UDF എന്നെ ഭരിക്കണം എന്ന് ഒരാഹാരം മാത്രം കഴിച്ചാൽ പോരല്ലോ. അന്നാഹാരം എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കുന്ന വകയാണ്. അത് UDF കഴിച്ച് നോക്കിട്ട് കഴിക്കുമെന്ന് 10 വർഷം കൊണ്ട് കഴിക്കല്ലേ. എന്താ ഉണ്ടാക്കിയ പെൻഷൻ മാത്രം 2000 രൂപ കൊടുത്തത് കാര്യം നടക്കുമോ? നടക്കില്ല. ഇലക്ഷൻ വന്നപ്പോൾ 3000 രൂപ ആക്കി. 2 വർഷം പെൻഷൻ കൂടുതൽ ഇപ്പം കൊടുത്തേക്കുന്നത് എന്താ കാര്യത്തിനാ? വോട്ടിനാ, അല്ല വേറെ ഒന്നും സാധിക്കാനില്ല. ഒരു കാര്യം UDF വരുള്ളൂ. LDF 3.0 അതിൽ ഒരു സംശയം വേണ്ട. എന്താ പറയാൻ കാരണം? അങ്ങനെയാണ്. കേരളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഈ 10 വർഷം കൊണ്ട് കണ്ടല്ലേ, അനുഭവിച്ചല്ലേ. അപ്പൊ പിന്നെ വേറെ എന്താണ് ഒരാളുള്ളത്? KSRTCയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോളും, അതെല്ലാം വന്നോളും. ഇതിന്നും വലുതായ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗതികെട്ട് കിടന്നില്ലേ, ഇത് അടച്ചുപൂട്ടുന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തിയല്ലേ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ല, ഇനി മാറ്റങ്ങൾ ഉണ്ടാവും. വരട്ടെ, അടുത്ത ഒരു പ്രാവശ്യം കൂടെ അവർ വരട്ടെ. സർക്കാരിന്റെ തുടർച്ചയാണ്, അത്രയേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്കിത് അകത്ത് നോക്കാം. ഇവിടെ കാട്ടാക്കടയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എന്താ നമ്മുടെ തുടർ ഭരണം വേണോ അതോ സർക്കാർ മാറണോ? എന്താ ചേട്ടന്റെ അഭിപ്രായം? ജനങ്ങൾ തീരുമാനിക്കും. അതാണ് അതെന്തായിരുന്നാലും 2 ദിവസം കൂടെ ക്ഷമിക്കുക. അപ്പൊ ചേട്ടന്റെ വോട്ട് കാട്ടാക്കടയാണോ? കാട്ടാക്കടയാണ്. അപ്പോ സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ചിഹ്നമൊക്കെ ഓർമ്മയുണ്ട്? ഓക്കെ, അതൊക്കെ ഓക്കെ. ചേച്ചി, വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യാൻ ചെയ്യും. ഈ സർക്കാർ തുടരണമോ സർക്കാർ മാറണോ? ഈ സർക്കാർ മാറണല്ലേ നല്ലത്. എന്താ കാര്യം എന്താന്ന് ചോദിച്ചാ ഒന്നും പറയാനില്ല. മാറണം എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെ. നമ്മളോടൊപ്പം ചേരുന്ന പൊളിറ്റിക്കൽ എഡിറ്റർ R. ശ്രീജിത്ത്, ഈ കാട്ടാക്കട മണ്ഡലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ ഇതുപോലെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇപ്പൊ PK കൃഷ്ണദാസ് എന്ന NDA സ്ഥാനാർത്ഥി സംബന്ധിച്ച് അദ്ദേഹം 4ാം വട്ടമാണ് ഇവിടെ മത്സരരംഗത്തുണ്ടാവുന്നത്. IB സതീഷിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിറ്റിംഗ് MLA ആണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന MR ബൈജു ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രവചനാതീതം എന്ന് തന്നെ അല്ലേ? വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. കാരണം BJPക്ക് കൂടി സ്വാധീനമുള്ളതുകൊണ്ടാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. കൃഷ്ണദാസ് 4 തവണയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഫലത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ BJP 1ാമത് വന്ന നിയമസഭാ മണ്ഡലമാണിത് കാട്ടാക്കട. ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ കൂടി കാട്ടാക്കട 1ാമത് വന്ന സ്ഥലമാണ്. ഇവിടെ BJPക്ക് നിർണായകമായ വോട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികൾക്കും എതിരാളികളായി BJPക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. എങ്കിൽ പോലും MR ബൈജുവിന്റെ സ്ഥാനാർത്ഥിയോടെയാണ് ഇവിടുത്തെ മത്സരം പ്രവചനാതീതമായ ഒന്നായി മാറി. DC ജനറൽ സെക്രട്ടറിയായ MR ബൈജു വളരെ ജനകീയനാണ്. അദ്ദേഹത്തിന് വലിയ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. നാട്ടിലെ ഒരാളായിട്ടാണ്. ഇവിടെ ഒരു സ്പ്ലെൻഡർ ബൈക്കിലൊക്കെ നടന്ന ആളുകളുമായിട്ട് വളരെ സംവദിക്കുന്ന വളരെ ജനകീയനായ ഒരാളാണ്. അപ്പോൾ ഈ ബൈജുവിനെ ആദ്യഘട്ടത്തിൽ ഈ 2 NDA മുന്നണിയും CPM LDF മുന്നണിയും നിസ്സാരമായി കണ്ടു. പക്ഷെ ഇപ്പോൾ ബൈജു ഉയർത്തുന്ന വെല്ലുവിളിയിൽ മറ്റ് മുന്നണികൾ വെള്ളം കുടിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വലിയ ജനകീയത ബൈജുവിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം തീപാറുന്ന പോരാട്ടമാണ്. കാട്ടാക്കട നമ്മൾ രാഷ്ട്രീയ അന്തർധാരയുണ്ടോ ഇതിനകത്ത് ഈ കാട്ടാക്കട മണ്ഡലത്തിൽ? അത് സാമുദായിക സമവാക്യമാണോ? സാമുദായിക സമവാക്യമാണ് എല്ലാ ഘട്ടത്തിലും കാട്ടാക്കടയിലെ ജനവിധി നിർണ്ണയിക്കുന്ന നിർണായകമായിട്ടുള്ളത്. 2014 IB സതീഷ് ഇവിടെ ആദ്യമായി ജയിക്കുമ്പോൾ 700 പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. അന്ന് ശക്തനായിരുന്നു എതിരാളി. മലയൻകീഴ് വേണുഗോപാൽ എന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോഴാണ് ശക്തൻ വീണ്ടും സ്ഥാനാർത്ഥിയായത്. അപ്പോൾ മലയൻകീഴ് വിഭാഗം അദ്ദേഹത്തെ നന്നായി വാരി. അങ്ങനെയാണ്
700. അതിന് ഒരു സാമുദായിക തലം കൂടിയുണ്ട് അതിനകത്ത്. പിന്നീട് കഴിഞ്ഞ തവണ മലയൻകീഴ് നിന്നപ്പോൾ 21,000 പേർ വോട്ടുകൾക്കാണ് സതീഷ് ജയിച്ചത്. അപ്പോൾ എതിർ വിഭാഗം മലയൻകീഴിനെ വാരി. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു വിഭിന്നമായ സാഹചര്യമാണ്. ബൈജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ സാമുദായിക സമവാക്യത്തിനപ്പുറത്തേക്ക് UDF സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മത്സരം തീപാറുന്നൊരു മത്സരമായിട്ട് തന്നെ കാണേണ്ടി വരും. ഏതായാലും പ്രവചനാതീതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കാട്ടാക്കട കൂടി കടന്നുകൂടിയിരിക്കുന്നു. അതോടുകൂടി ഇവിടുത്തെ മത്സരവും ആവേശമുണർത്തുന്നതായി മാറുകയാണ്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ VS ബനീഷിനൊപ്പം KR ഗോപികൃഷ്ണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.